ഞാൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ല, അതുകൊണ്ടാണ് പോയത്. ആ സമയത്ത് പോയത് ശരിയായില്ല എന്നുള്ളത് തന്നെയാണ്. അതെ, ഒരിക്കലും പോകാൻ പാടില്ല. പോയാലും അവിടെ അത്രയും സമയം മിലിറ്ററിയുടെ പഴക്കാൻ പാടില്ല. മിലിറ്ററിയുടെ വിലപ്പെട്ട സമയം, അതായത് ജീവൻ രക്ഷിക്കുന്ന ഒരു പ്രവർത്തനത്തിനിടയിൽ ഒരുപാട് സമയം ഹെഡ് കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര വർക്കിംഗ് മാനവേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. അത് അവർ അത്രയും പേര് വട്ടം കൂടി നിൽക്കുക. ഒരിക്കലും ഒരു മിലിറ്ററി ഓഫീസറാണെന്ന് വിചാരിക്കുക, ഒരു കേണലോ മേജറോ കൂടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പേര് കൂടത്തില്ല. അത് സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അത്രയും പട്ടാളക്കാർ ചുറ്റും കൂടുകയും ഇന്ന് സെൽഫി എടുക്കുകയും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തത്. മാത്രമല്ല, ഈ എടുത്ത ഫോട്ടോ ചില ഒരെണ്ണം മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. പർട്ടിക്കുലർ വീഡിയോ ഇപ്പം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉണ്ടോ? റിമൂവ് ചെയ്തതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് ആദ്യമേ തന്നെ റിമൂവ് ചെയ്യാൻ പറഞ്ഞു എന്നോട്. ആര് പറഞ്ഞു? അത് CA പറഞ്ഞു, വിളിച്ച് പറഞ്ഞിരുന്നു. ആദ്യത്തെ കോളിൽ പറഞ്ഞത് പോസ്റ്റ് റിമൂവ് ചെയ്യണം, പിന്നെ നാളെ രാവിലെ വന്ന് കാണണമെന്ന് പറഞ്ഞു. ചെകുത്താൻ പേജിൽ അപ്പോൾ ഇനിയും അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കാമല്ലേ? പേജിലും യൂട്യൂബിലും എല്ലാം. എനിക്കങ്ങനെ നിർബന്ധമൊന്നും ഇല്ലെന്നും പറഞ്ഞിട്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞാൻ അബ്സ്കോണ്ടിങ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നു എല്ലാവരുടെ കൂടി. അപ്പം ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയത്. അപ്പം നമ്മളിങ്ങനെ എന്താണെങ്കിലും അവിടെ പ്രസന്റ് ആവും. പിന്നെ ബാക്കി എന്താണ് നിങ്ങളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് കാണുക എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ അവരിങ്ങനെ കാണിക്കും. ഇന്നലെ കേരളം ചർച്ച ചെയ്ത 2 അറസ്റ്റ്, ഒന്ന് ചെകുത്താന്റെയും ഒന്ന് സൂരജ് പാലക്കാരന്റെയാണ്. ചെകുത്താൻ മോഹൻലാലിനെയും ഇന്ത്യൻ സൈന്യത്തെയും അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നടൻ സിദ്ദിഖ്, അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നടൻ സിദ്ദിഖ് കൊടുത്ത പരാതിയിൽ തിരുവല്ല പോലീസ് ചെകുത്താനെ അറസ്റ്റ് ചെയ്തത്. സൂരജ് പാലക്കാരൻ യുവനടിയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പാലാരിവട്ടം പോലീസ് സൂരജ് പാലക്കാരനെയും അറസ്റ്റ് ചെയ്തത്. ഇതിൽ യൂട്യൂബേഴ്സിന് എല്ലാവർക്കും അല്ല, ചില യൂട്യൂബേഴ്സിന്, അതായത് ഫോൺ ഓണാക്കി വെച്ചിട്ട് പല ആളുകളെയും പച്ചയ്ക്ക് അസഭ്യം പറയുന്ന യൂട്യൂബർമാരായിട്ടുള്ള ചില ആളുകളെ, ചില വ്ളോഗർമാരെ ഒതുക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് തിരുവല്ല CI പറഞ്ഞിട്ടുള്ളത്. തിരുവല്ല CI പറഞ്ഞത്, ചില യൂട്യൂബർമാർക്ക് മൊബൈൽ ഓണാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് അവർക്ക് എന്തും വിളിച്ചു പറയാം, ആരെയും വിളിച്ചു പറയാം, ആരെക്കുറിച്ചും എന്തും പറയുന്നതിന് യാതൊരു മടിയില്ലാത്ത രീതിയിൽ പല ആളുകളും ഉണ്ട്, വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേ ആളുകൾ വളരെ നല്ല വീഡിയോകളും ചെയ്യുന്നുണ്ട്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും വളരെ റിയാക്ഷൻ വീഡിയോസിലാണെങ്കിൽ തന്നെയും വളരെ മനോഹരമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയുന്ന കുറേ വീഡിയോ ചെയ്യുന്ന ആളുകളും ഉണ്ട് എന്ന് നമ്മുടെ തിരുവല്ല CI തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ചെകുത്താൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെകുത്താൻ മോഹൻലാൽ അവിടെ പോയതിനെ നിശിതമായി വിമർശിച്ചു. മോഹൻലാലിനോടൊപ്പം പോയിട്ടുള്ള മേജർ രവി അവിടെ നിന്നും സെൽഫി എടുത്തതും ഒക്കെയാണ് ചെകുത്താൻ്റെ വിമർശനത്തിലുള്ളത്. ചെകുത്താന് അവസാനം ഇന്നലെ കൊച്ചിയിൽ കൊണ്ടുവന്ന തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചുപോയി സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ ചെകുത്താനെ വിട്ടയച്ചു എന്നാണ് പറയുന്നതല്ല, സ്റ്റേഷൻ ജാമ്യത്തിൽ ചെകുത്താനെ വിട്ടയച്ചു. അപ്പോൾ അതിനുശേഷം ചെകുത്താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യമാണെങ്കിൽ തന്നെയും അതിനൊരു ലിമിറ്റുണ്ട്. ചില ചട്ടക്കൂടുകൾക്ക് ഉള്ളിൽ നിന്ന് മാത്രമേ അഭിപ്രായ സ്വാതന്ത്ര്യമാണെങ്കിലും നമുക്കത് പറയാനുള്ള അവകാശമുള്ളൂ. കാരണം ഭരണഘടന നമുക്ക് അനുവദിക്കുന്നത് അത്രയേ ഉള്ളൂ. നമ്മുടെ സ്വാതന്ത്ര്യം എവിടം വരിക? മറ്റൊരാളുടെ മൂക്കും തുമ്പത്ത് വരെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ, അഭിപ്രായം പറയുമ്പോൾ അതിന് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഒരാളെയും നമ്മൾ ചീത്ത പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെയും വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഹേർട്ടാവുകയോ അവർക്കതിന് എന്തെങ്കിലും മാനഹാനി ഉണ്ടായി എന്ന് സ്വയം ബോധ്യപ്പെടുകയോ ചെയ്യുന്ന, പക്ഷെ അവരത് പരാതിയായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ മോഹൻലാലിനെയും ഇന്ത്യൻ സൈന്യത്തെയാണ്. അപ്പോൾ ഇനി വീണ്ടും ഇപ്പം സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ചെകുത്താന് എതിരെ ഒരു കേസ് കൂടെ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നത്. അതായത് ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുള്ളൊരു കേസ്, ആ രീതിയിലുള്ള ഒരു വകുപ്പ് കൂടെ ചേർത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ എന്നറിയാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂരജ് പാലക്കാരൻ്റെ അറസ്റ്റാണ്. സൂരജ് പാലക്കാരൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയെക്കുറിച്ച് മോശമായിട്ട് വീഡിയോ ചെയ്തു. ആ പെൺകുട്ടിയെ സമൂഹ മധ്യത്തിൽ അപമാനിച്ചു. ഒരു കുട്ടിയെ വളരെ മോശമായിട്ട് അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിൻ്റെ പേരിൽ സൂരജ് പാലക്കാരൻ കുറച്ച് നാൾ ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുവനടിയായിട്ടുള്ള ആ പെൺകുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് പേര് പറയണ്ട എന്നല്ല, ആ കുട്ടി തന്നെ വന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് യുവനടി എന്ന് പറയുന്നത്, എൻ്റെ പേര് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ലാന്ന് ആ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂരജ് പാലക്കാരനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു, പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്ത്. അപ്പം ഈ കേസിൽ സൂരജ് പാലക്കാരനെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പാലക്കാരൻ ഒരു വിശദീകരണം നടത്തിയിട്ടുണ്ടായിരുന്നു, എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്നുള്ളത്. അതൊന്ന് കേൾക്കാം. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അറസ്റ്റാണിത്. 15-ാം തീയതി മുല്ലപ്പെരിയാറിനെതിരെ സൂരജ് പാലക്കാരൻ പ്രതിഷേധം ചെയ്യുന്നുവെന്ന വാർത്ത വന്നതിനെ തുടർന്നുണ്ടായ അറസ്റ്റ്. കഴിഞ്ഞ ജാമ്യം എന്തോ നിയമപരമായി നേടും. സൂരജ് പാലക്കാരനെയും ഇതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോയി. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ,
നമുക്ക് ആരെയും വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ വിമർശനങ്ങൾക്ക് അടിസ്ഥാനമുണ്ടാകണം. വിമർശനങ്ങൾ വ്യക്തിപരമാകരുത്. വിമർശനങ്ങൾക്ക് യാതൊരു കഴമ്പുമില്ലാതെ അത് പുലഭ്യം പറയുന്ന രീതിയിലുള്ള വിമർശനങ്ങളായി മാറരുത് എന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ജനാധിപത്യ രാജ്യത്ത് ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം രാജ്യം അത് നൽകുന്നുണ്ട്. പക്ഷേ അഭിപ്രായങ്ങൾ പറയുമ്പോഴും നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോഴും അത് മറ്റൊരാളെ അവഹേളിച്ചുകൊണ്ടോ മറ്റാളുകളെ അല്ലെങ്കിൽ മറ്റൊരാളെ വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ തന്നെ അപമാനിച്ചുകൊണ്ടോ മറ്റുള്ളവരുടെ മുന്നിൽ താറടിച്ചുകൊണ്ടോ ഉള്ള വ്യക്തി സ്വാതന്ത്ര്യം നമുക്ക് ഒരു പക്ഷേ നിയമ നടപടികളിലേക്ക് പോകും. ചെകുത്താൻ്റെ കാര്യത്തിലും സംഭവിച്ചതിന് ചെകുത്താൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ചെകുത്താൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഞാൻ മോഹൻലാലിനെ കുറിച്ച് അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, അവിടെ ചെന്ന് സെൽഫി എടുക്കുന്നത് മോശമാണ്, അവിടെ ചെന്ന് പട്ടാളക്കാരുടെ സമയം കളയുന്നത് മോശമാണ്, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞ കാര്യങ്ങൾ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഇനിയും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തുടർന്ന് പറയും. ഇനി പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഇതുപോലെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ അതിലേക്കോ കടന്നു ചെല്ലുന്ന രീതിയിലാണെങ്കിൽ ഒരുപക്ഷെ നിയമ നടപടികളിലേക്ക് പോകും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നലെ നടന്ന 2 അറസ്റ്റുകളെ കുറിച്ച് പറയാനുള്ളത്. രണ്ടും യൂട്യൂബർമാരായാലും ഏത് വ്യക്തിയായാലും ശരി, ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൃത്യമായ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഉറച്ചു നിന്ന് പറയണം. അല്ലാതെ അവഹേളിച്ചുകൊണ്ട് പറയുന്നത് ഒരിക്കലും ഗുണകരമാവില്ല.